സിനിമാ സമരം ജൂൺ 1-ന് തുടങ്ങുകയാണ്. ശരിക്കു പറഞ്ഞാൽ അമ്മ പ്രതിനിധികളോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ ജി സുരേഷ് കുമാറോ അല്ലെങ്കിൽ സിയാദ് കോക്കറോ ഫെഫ്കയോ ബി ഉണ്ണികൃഷ്ണനോ ഒന്നുമല്ല പ്രതിസന്ധിയിലായത് ശരിക്കും പറഞ്ഞാൽ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപി ഇപ്പോൾ തൃശങ്കുവിലാണ് എന്നാണ് അദ്ദേഹത്തോട് അടുത്തു നിൽക്കുന്ന ആളുകൾ പറയുന്നത്. ആൻ്റണി പെരുമ്പാവൂരിന് ഫെഫ്കക്കാരൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ജയൻ ചേർത്തലയ്ക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. അങ്ങനെ നിയമക്കുരുക്കിൽ പെടുന്ന ആളുകളെ കുറിച്ച് പോലും ആശങ്കയില്ല. അവർക്കൊക്കെ നിയമക്കുരുക്കൊക്കെ അഴിച്ചെടുക്കാൻ നിമിഷങ്ങൾ മതിയാകും. പക്ഷേ ആശയക്കുരുക്കിൽ പെടുക എന്ന് പറയുന്നത് വലിയ പ്രതിസന്ധിയാണ്. സുരേഷ് ഗോപി BJP ഐഡിയോളജി പിന്തുടരുന്ന മന്ത്രിയാണ്, കേന്ദ്രമന്ത്രിയാണ്. BJPയുടെ സംസ്ഥാനത്തെ ഏക MP ആണ് സുരേഷ് ഗോപി. സ്വാഭാവികമായും ജി സുരേഷ് കുമാർ, അതായത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ വൈസ് പ്രസിഡന്റ്, അദ്ദേഹമാണല്ലോ ഈ സമരം പ്രഖ്യാപിച്ചത്. അദ്ദേഹത്തിൻ്റെ പിടിവാശി മൂലമാണ് സമരം പ്രഖ്യാപിക്കേണ്ടി വന്നതെന്ന് നിർമ്മാതാക്കളിൽ ഒരു വിഭാഗം, പ്രബല വിഭാഗം തന്നെ പറയുന്നുണ്ട്. അദ്ദേഹത്തിനെതിരെയാണ് ആൻ്റണി പെരുമ്പാവൂരൊക്കെ FB കുറിപ്പൊക്കെ ഇട്ടതും. അതാണ് താരങ്ങളൊക്കെ അതെടുത്ത് അതിനെതിരെ വീശി അടിക്കുകയും ചെയ്തത്. അതായത് ജി സുരേഷ് കുമാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ FB കുറിപ്പാണ് പൃഥ്വിരാജും ഉണ്ണി മുകുന്ദനും ബേസിൽ ജോസഫും ഒക്കെ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. മോഹൻലാലും അത് പങ്കുവച്ചു. എന്നിട്ട് പറഞ്ഞു, താരങ്ങൾ സ്വന്തം ഇഷ്ടപ്രകാരം സിനിമ നിർമ്മിക്കും, സിനിമ സമരത്തിൽ അവർ ഭാഗഭാക്ക് ആവുകയില്ല എന്നും പറഞ്ഞു. അപ്പോൾ നമ്മുടെ സാംസ്കാരിക മന്ത്രി എന്ത് പറഞ്ഞു? ഇത് സിനിമാക്കാരുടെ പ്രശ്നമാണ്, നിർമ്മാതാക്കൾ തമ്മിലുള്ള പ്രശ്നമാണ്, അത് അവർ തമ്മിൽ തന്നെ ഇരുന്ന് സംസാരിച്ച് തീർക്കുന്നതാകും ഉചിതം, സർക്കാർ ഇതിനകത്ത് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞു. ആ അവസരത്തിൽ സർക്കാരിൻ്റെ പക്ഷത്ത് നിന്ന് മന്ത്രി കൂടി ഇടപെട്ട അവസരത്തിലാണ് ഇതിനകത്ത് ഒരു രാഷ്ട്രീയ ധ്വനി ഇല്ലേ, ഇതിനകത്തൊരു രാഷ്ട്രീയ മുതലെടുപ്പിന് സാധ്യതയുണ്ടല്ലോ എന്ന് BJP നേതൃത്വം കണക്കാണുന്നത്. അതുവരെ ഇത് പ്രൊഡ്യൂസർ അസോസിയേഷൻ ജി സുരേഷ് കുമാർ ഇങ്ങനെ പറയുന്നു. ജി സുരേഷ് കുമാർ പറയുന്നു, ഇനി തൊട്ട് നായക നടന്മാർ വാങ്ങുന്ന പ്രതിഫലത്തെക്കുറിച്ച് ഞങ്ങൾ കണക്ക് പുറത്തുവിടും, എല്ലാ മാസവും കണക്ക് പുറത്തുവിടും, എന്നിട്ട് കളക്ഷൻ എത്രയാണെന്ന് പുറത്തുവിടും, പ്രൊഡ്യൂസർമാർക്കുണ്ടാകുന്ന നഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾ എല്ലാം നാട്ടുകാരെ അറിയിക്കും എന്ന് പറയുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ നടന്മാരെ അടച്ച് അപമാനിക്കാൻ വേണ്ടി ഉള്ള തീരുമാനമായിരുന്നു. നിങ്ങളിതാ 10 കോടി വാങ്ങുന്നു, ഞങ്ങൾക്ക് 3 കോടിയേ കിട്ടിയുള്ളൂ, നിങ്ങൾക്ക് 10 കോടി ഞങ്ങൾ തന്നു, ഞങ്ങൾക്ക് 3 കോടിയേ കിട്ടിയുള്ളൂ, അപ്പോൾ നിങ്ങൾ ഞങ്ങളെ ദ്രോഹിക്കുകയാണ് എന്ന തരത്തിൽ നടന്മാരെ ആക്ഷേപിക്കുക, അവരെ പൊതുജനമധ്യത്തിൽ താറടിക്കുക, അതായിരുന്നു ജി സുരേഷ് കുമാറിൻ്റെ ആവശ്യവും. ആ ലക്ഷ്യത്തിലേക്കാണ് അദ്ദേഹം പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ താരങ്ങൾ മുഴുവൻ അദ്ദേഹത്തിന് എതിരായി. അതാണ് ആൻ്റണി പെരുമ്പാവൂരൊക്കെ പത്രക്കുറിപ്പുമായൊക്കെ അല്ലെങ്കിൽ FB കുറിപ്പുമായൊക്കെ രംഗത്തെത്തിയത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നിർമ്മാതാക്കളുടെ പിന്തുണ അല്ലെങ്കിൽ നിർമ്മാതാക്കൾക്ക് പിന്തുണയുമായി ജി സുരേഷ് കുമാറിൻ്റെ അനന്തരവനൊരു കുറിപ്പൊക്കെ ഇട്ടു. അത് അദ്ദേഹത്തിൻ്റെ ബന്ധുത്വം, പിന്നെ അതിനകത്തൊരു BJP RSS പിന്തുണ അതിനകത്ത് വരുന്നുണ്ടെങ്കിൽ പോലും അത് നമുക്ക് കാര്യമാക്കണ്ട. ഡോക്ടർ KS രാധാകൃഷ്ണനെ പോലുള്ള PSC ചെയർമാനൊക്കെ ആയിരുന്ന അല്ലെങ്കിൽ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടൊക്കെ വരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ ഒരു ഫേസ്ബുക്ക് കുറിപ്പിട്ടു. അതിനകത്ത് നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങൾ പറയുന്നുണ്ട്, പ്രേം നസീറിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് ഒരു ധ്വനി അദ്ദേഹം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട്. KS രാധാകൃഷ്ണൻ്റെ പിന്തുണ ജി സുരേഷ് കുമാറിനാകുമ്പോൾ സ്വാഭാവികമായും സംസ്ഥാനത്തെ BJP കേഡർ മുഴുവൻ, BJP ആളുകൾ മുഴുവൻ നിർമ്മാതാക്കൾക്കൊപ്പം അണിചേരുന്ന ഒരു അവസ്ഥ വിശേഷം അതിനകത്തുണ്ടായി. BJPക്കാരൊക്കെ തന്നെ ജി സുരേഷ് കുമാർ നേതൃത്വം നൽകുന്ന നിർമ്മാതാക്കൾക്കൊപ്പമാണ് എന്നൊരു അവസ്ഥ അവിടെ വന്നു. എന്നാൽ താരങ്ങളുടെ ഒപ്പം നിൽക്കുന്ന ഉണ്ണി മുകുന്ദൻ ആൻ്റണി പെരുമ്പാവൂരിൻ്റെ പോസ്റ്റ് പങ്കുവച്ചതോടുകൂടി ഉണ്ണി മുകുന്ദൻ്റെ പേര് വരെ സംരക്ഷിച്ചു. ഉണ്ണി മുകുന്ദൻ ഒരു സിനിമയിൽ അഭിനയിച്ചല്ലോ, മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ചതോടുകൂടി ഉണ്ണി മുകുന്ദൻ RSSകാരനാണ്. പിന്നെ ഉണ്ണി മുകുന്ദൻ ഉത്തരേന്ത്യയിൽ ജനിച്ചു വളർന്ന ആളായതുകൊണ്ട് അപ്പോഴേ തന്നെ ഉണ്ണി മുകുന്ദൻ സംഘിയാണെന്നൊരു ലേബൽ മലയാളികൾ കുത്തിക്കൊടുത്തു. അദ്ദേഹം സംഘിയായാലെന്ത്, സംഘി അല്ലെങ്കിലെന്ത്, അദ്ദേഹത്തിൻ്റെ കലാപ്രകടനം മികച്ചതായതുകൊണ്ടാണ് അദ്ദേഹം നായക നടനായി മലയാളത്തിൽ തിളങ്ങുന്നത്. അദ്ദേഹം സ്ട്രഗിൾ ചെയ്ത് വന്ന ഒരു നടൻ കൂടിയാണ്. അതിനെയൊക്കെ അംഗീകരിക്കാൻ മലയാളികൾ തയ്യാറാണ് എന്നുള്ളിടത്താണ് മലയാളികളുടെ മനസ്സും കലാ ആസ്വാദന ശേഷിയും അഭിനന്ദിക്കപ്പെടുന്നത്. അതവിടെ വേറൊരു വഴിയാണ്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ ഉൾപ്പെടെയുള്ള ആളുകളാണ് ജി സുരേഷ് കുമാറിനെതിരെ രംഗത്ത് വന്നതും. അപ്പോൾ KS രാധാകൃഷ്ണനും അതുപോലെ തന്നെ ആളുകളൊക്കെ ജി സുരേഷ് കുമാറിന് പിന്തുണ പ്രഖ്യാപിച്ചു വന്നപ്പോൾ BJP നേതൃത്വവും നിർമ്മാതാക്കൾക്കൊപ്പമാണെന്ന ധാരണ പൊതുവേ പരന്നു. അപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന പിളരുമെന്ന ഘട്ടമായി. നിർമ്മാതാക്കളുടെ സംഘടന BJP നേതൃത്വത്തിനൊപ്പം നിൽക്കുന്ന നിർമ്മാതാക്കൾ, അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരിനൊപ്പം താരങ്ങൾ നേതൃത്വം കൊടുക്കുന്ന നിർമ്മാതാക്കൾ വേറൊരു പക്ഷവുമായി പിളരുമെന്ന ഒരു ആശയ സവിശേഷത വന്നു. ഇത് പിളർപ്പ് ഒഴിവാക്കണമല്ലോ, പിളർപ്പ് ഒഴിവാക്കണം. ഈ ഘട്ടത്തിലാണ് ഞാൻ നേരത്തെ സാംസ്കാരിക മന്ത്രി നിർമ്മാതാക്കൾ തമ്മിലുള്ള തർക്കമാണ്
അവർ തമ്മിൽ സംസാരിച്ച് തീർക്കണമെന്ന സാംസ്കാരിക മന്ത്രിയുടെ ഒരു രാസത്വരകമെന്ന് രാസപ്രവർത്തനം ഒന്ന് ത്വരിതപ്പെടുത്താനുള്ള ഇടപെടലും വന്നത്. ഏതായാലും ഈ പിളർപ്പ് ഒഴിവാക്കാൻ വേണ്ടി താരങ്ങളുടെ സംഘടനയൊക്കെ യോഗം ചേർന്നു. മമ്മൂട്ടി ഓൺലൈനായിട്ട് ചേർന്നു. എന്നിട്ട് പ്രതിഫല കാര്യം ചർച്ച ചെയ്തു. അത് വേണമെങ്കിൽ ജനറൽ ബോഡി കൂടി തീരുമാനിക്കാമെന്ന ധാരണയായി. അതിനിടയിൽ ഏറ്റവും പ്രസക്തമായി ഞാൻ ആദ്യം പറഞ്ഞ കാര്യത്തിലേക്ക് വരികയാണ്. സുരേഷ് ഗോപി താരങ്ങളുടെ യോഗത്തിൽ പങ്കെടുത്തു. സുരേഷ് ഗോപി അറിയാം, BJPയുടെ മന്ത്രിയാണ്, MP ആണ്. സുരേഷ് ഗോപി ഏത് പക്ഷത്ത് നിൽക്കും? സുരേഷ് കുമാർ സ്വാഭാവികമായും സുരേഷ് ഗോപിയുടെ മാത്രമല്ല, മോഹൻലാലിൻ്റെ അടുത്ത ചങ്ങാതിയാണ്. മോഹൻലാൽ BJP കാരനാണെന്നൊക്കെ ആളുകൾ പറഞ്ഞു നടക്കുമെങ്കിലും മോഹൻലാൽ ഒരു നിഷ്പക്ഷമതിയായ കലാകാരനാണ്. അദ്ദേഹത്തിന് ഒരു പക്ഷവുമില്ല. അദ്ദേഹം മുഖ്യമന്ത്രി വിളിച്ചാൽ മുഖ്യമന്ത്രിയുടെ സംസ്ഥാന സർക്കാരിൻ്റെ എല്ലാ കാര്യങ്ങളും പങ്കെടുക്കുന്ന ആളാണ്. അതുപോലെ ഇപ്പോൾ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ശരീര ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ അംബാസഡർ ഇത് ചലഞ്ച് ഏൽപ്പിച്ചിട്ടുണ്ട്, പൊണ്ണത്തടിയുടെ ചലഞ്ച്. അപ്പോൾ എല്ലാ ആളുകളും അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല. അപ്പോൾ മോഹൻലാലിൻ്റെ കാര്യം മാറ്റി വയ്ക്കാം. പക്ഷേ സുരേഷ് ഗോപി അങ്ങനെയല്ല. സുരേഷ് ഗോപി ഇപ്പോൾ ഈ BJP ലോയലായിട്ടുള്ള സുരേഷ് കുമാറിൻ്റെ കൂടെ നിൽക്കുമോ, അതോ മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നിൽക്കുന്ന താരസംഘടനയുടെ കൂടെ നിൽക്കുമോ എന്നൊരു തൃശങ്കുവിലാണ്. ആർക്കൊപ്പം നിൽക്കും? ഈ സുരേഷ് കുമാറിനെ അനുനയിപ്പിച്ച് നിങ്ങൾ ഈ മാസാമാസമുള്ള കണക്ക് പുറത്തു വിടുമെന്നൊക്കെ പറയുന്ന സംഭവം നിർത്തൂ. നിങ്ങളൊന്നുകിൽ സർക്കാരിനെതിരെ സമരമാണെന്ന് പറയൂ. അങ്ങനെ പറഞ്ഞിട്ടാണ് സർക്കാരിനെതിരെ സമരമെന്ന് സുരേഷ് കുമാർ പറഞ്ഞ് തലയൂരാൻ നോക്കി. പക്ഷേ ആദ്യം പറഞ്ഞ വാക്കുകൾ, ഈ ആന്റണി പെരുമ്പാവൂരിനോട് എതിരെയുള്ള വക്കീൽ നോട്ടീസ് അല്ലെങ്കിൽ ജയൻ ചേർത്തലയ്ക്കെതിരെയുള്ള വക്കീൽ നോട്ടീസ്, ഇതൊക്കെയുള്ള ഭീഷണിയൊക്കെ വന്നപ്പോൾ സുരേഷ് കുമാർ പൊതുവെ അങ്ങ് ഒറ്റപ്പെട്ടു പോയി. അപ്പോൾ സുരേഷ് ഗോപിക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ചുരുക്കത്തിൽ സുരേഷ് ഗോപിക്ക് എവിടെ നിൽക്കണം? അമ്മയുടെ കൂടെ നിൽക്കണമോ, സുരേഷ് കുമാറിൻ്റെ കൂടെ അസോസിയേഷൻ്റെ കൂടെ നിൽക്കണമോ, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യണമോ, താരങ്ങളെ സപ്പോർട്ട് ചെയ്യണമോ എന്ന ഒരു ഹാലൂസിനേഷൻ ഉണ്ട്. എവിടെ നിൽക്കണമെന്ന് ഉറപ്പില്ല. ആരുടെ കൂടെ നിന്നാലാകും ഈ പ്രശ്നം വഷളാകാതെ ഒത്തുതീർപ്പിലെത്തിക്കാൻ കഴിയുക എന്നും തിട്ടമില്ല. എവിടെ നിൽക്കണം, എവിടെ നിന്നാലാണ് തനിക്ക് ഇമേജിന് കോട്ടം നിൽക്കാൻ പറ്റുക? അമ്മയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ പറയും, BJP കാരനായിട്ട് ഞങ്ങളുടെയൊക്കെ പൈസ വാങ്ങി പാർട്ടി വളർത്താൻ വേണ്ടി ഞങ്ങളുടെയൊക്കെ പൈസ ഇഷ്ടംപോലെ വാങ്ങിയിട്ടുള്ള പാർട്ടി ഇപ്പോൾ ഞങ്ങൾക്ക് പുറകിൽ നിന്ന് കുത്തുന്നു. സുരേഷ് ഗോപി അമ്മയുടെ കൂടെ പോയി നിൽക്കുന്നു. അപ്പോൾ സുരേഷ് ഗോപിക്ക് വേണേൽ പറയാം, ഞാനൊരു നടനാണ്, ഞാൻ അമ്മയുടെ കൂടെ നിന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാമെങ്കിൽ പോലും അദ്ദേഹത്തിന് പാർട്ടി കൊടുത്ത ടിക്കറ്റാണ് MP ആയി ഇരിക്കാനും മന്ത്രിയായിരിക്കാനും. അപ്പോൾ പാർട്ടിയോട് കൂറുണ്ടെങ്കിൽ അദ്ദേഹം സുരേഷ് കുമാറിനെ പാർട്ടി ബന്ധം ഉപയോഗിച്ച് വളരാൻ ആഗ്രഹിക്കുന്ന വളർന്നുകൊണ്ടിരിക്കുന്ന സുരേഷ് കുമാറിനെ പിന്തുണയ്ക്കാനുള്ള മൗലികമായ ഉത്തരവാദിത്തം സുരേഷ് ഗോപിക്കുണ്ട് എന്ന് പാർട്ടി ഓർമ്മിപ്പിക്കും. അങ്ങനെയാണെങ്കിൽ സുരേഷ് ഗോപിക്ക് പാർട്ടി പറയുന്നിടത്ത് അവരെ പിന്തുണയ്ക്കേണ്ടിയും വരും. അങ്ങനെയുള്ളൊരു തൃശങ്കുവിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപി സിനിമ പ്രശ്നത്തിൽ എവിടെ നിൽക്കുമെന്ന് കാലം തെളിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ തൃശങ്കുവിൽ നിൽക്കുന്ന ഈ അവസ്ഥ ഒന്ന് മാറിക്കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.